സുപ്രീം കോടതി നിയോഗിച്ച മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി ഡാം സന്ദർശനം തുടങ്ങി. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ അഞ്ചംഗ സമിതിയാണ് പരിശോധന നടത്തുന്നത്. എല്ലാ വർഷവും ഡാമിൽ പരിശോധന നടത്തണം എന്ന സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകരെ പോലീസ് തടഞ്ഞു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എന്തൊക്കെയാണ് ഈ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ? വേണു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വർഷവും മേൽനോട്ട സമിതി, അതായത് പ്രധാനപ്പെട്ട മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ ഡാമിൽ സന്ദർശനം നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള രാകേഷ് കശ്യപിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പിൽവേ, പ്രധാന അണക്കെട്ട്, അതുപോലെ തന്നെ ബേബി ഡാം, അതുപോലെ വള്ളക്കടവ് വഴി ഡാമിലേക്ക് എത്തുന്ന വഴി, ഇതുൾപ്പെടെ പരിശോധനയുടെ ഭാഗമായി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമീപ നാളുകളിൽ മുല്ലപ്പെരിയാർ വിഷയം വലിയ ചർച്ചയായിരുന്നു. പുതിയ ഡാം വേണം എന്നുള്ള ആവശ്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി തന്നെ ഉയർന്നിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതിനിടയിലാണ് ഈ മേൽനോട്ട സമിതിയുടെ സന്ദർശനം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനിടയിൽ ഈ മാധ്യമപ്രവർത്തകരെ ഡാമിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം, വർഷങ്ങളായി ഡാമിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല, അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ കൊണ്ടുപോകുന്ന കാര്യം പരിഗണിക്കാമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നതാണ്. അത്തരമൊരു ചർച്ചയിലേക്ക് കടക്കാൻ പോലും ഈ പോലീസുകാർ, ഇവിടെ നിന്ന് പോലീസുകാർ സമ്മതിച്ചില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക്, അതായത് കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയറുടെ അടുത്തേക്ക് എത്തുന്നത് പോലും മുല്ലപ്പെരിയാർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം വിലക്കി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരുപക്ഷെ അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഡാമിലേക്ക് നമ്മളെയും കൊണ്ടുപോയേനെ. ആ ഡാമിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു ദൃശ്യങ്ങൾ സഹിതം പകർത്താനുള്ള ഒരു അവസരം കൂടി ലഭിച്ചേനെ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവർ ഡാമിന്റെ സന്ദർശനം പൂർത്തിയാക്കി, പരിശോധന പൂർത്തിയാക്കി തിരികെ തേക്കടിയിലേക്ക് എത്തും. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടേക്കാം എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. വേണു, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.